സൂര്യകാന്തി പാടം കാണാൻ ആരും കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അനന്തപത്മനാഭന്റെ മണ്ണായ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് വന്നാൽ മതി ഈ ദൃശ്യവിസ്മയം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടര ഏക്കറിൽ പൂത്തുലഞ്ഞു കിടക്കുകയാണ് ഈ സൂര്യകാന്തി പാടം. നെയ്യാറ്റിൻകരയിലെ ഊരംവിള എന്ന സ്ഥലത്താണ് കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. യുവ കർഷകരായ സിജുവിന്റെയും വിനോദിന്റെയും കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഈ സൂര്യകാന്തി പാടം ഇവിടെ ഒരുങ്ങിയത്. ഞങ്ങളുടെ നെയ്യാറ്റിൻകര താലൂക്കിലെ കുളത്തൂർ പഞ്ചായത്തിൽ വരുന്ന കുറച്ച് യുവ കർഷകരാണ്. 7ഓളം വരുന്ന യുവ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഊരംവിള കാർഷിക കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പാറശാല KSRTC കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പുള്ളി എന്ന് പറയുന്നത് വിനോദാണ്. വിനോദ് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഇപ്പോൾ കൃഷി രംഗത്ത് വരുന്നത്. 2 ഏക്കറിലാണ് ഇപ്പോൾ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഓണ സമയത്ത് ബന്ദിയായിരുന്നു, ഈ സ്ഥലം മൊത്തം ബന്ദി കൃഷിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം കൂടെയാണ് മറ്റൊരു പൂവിൻ്റെ ഒരു കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ സൂര്യകാന്തിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് തെങ്കാശിയിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പാടത്താണ് വിത്ത് വിതയ്ക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തരിശായി കിട്ടുന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ മണ്ണിൻ്റെ പ്രശ്നവും ക്ലൈമാറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ന്യൂ ഇയറിൽ വളരെ നല്ല രീതിയിൽ ഒരു സൂര്യകാന്തി പ്രദർശനം നടത്താൻ നമ്മൾ ഊരംവിള കാർഷിക കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുളത്തൂർ പഞ്ചായത്തിലെ വിത്ത് വിതരണ കേന്ദ്രമായ കർഷക മിത്രം നൽകിയ വിത്തുകളാണ് 55 ദിവസം മുൻപ് ഇവർ ഇവിടെ വിതച്ചത്. നമ്മളിപ്പോൾ തെങ്കാശിയിൽ പോയി അവിടെ നിന്ന് വിത്ത് മേടിക്കാമെന്നാണ് നമ്മൾ അവിടെ പോയത്. ശരിക്കും അവിടെ പോയപ്പോഴാണ് അവരാണ് പറഞ്ഞത് അവർ തന്നെ നടുന്നത് ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വിത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഹൈബ്രിഡ് വിത്ത് വരുത്തി. അപ്പോൾ ആദ്യം ഞങ്ങൾ വരുത്തിയ വിത്ത് മോശമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും നമുക്ക് ആദ്യത്തെ എല്ലാം ഫെയിലുവർ ആയിരുന്നു. അപ്പോൾ ക്ലൈമാറ്റിൻ്റെ പ്രശ്നവും വിത്തിൻ്റെ പ്രശ്നവും കൂടെ വന്നപ്പോൾ എല്ലാം ഫെയിലുവർ ആയിപ്പോയി. പിന്നീട് നമ്മൾ അതിനെ ഒഴിവാക്കി വേറെ വിത്ത് വരുത്തി. അപ്പോൾ അതിലെല്ലാം സക്സസ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും എല്ലാം നല്ല കളറായിട്ട് വരും. സ്വന്തം ജോലിക്കിടയിലും കൃഷിക്കായി അവർ സമയം കണ്ടെത്താൻ മറക്കാറില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പല ജോലിക്ക് പോകുമ്പോൾ ബ്രേക്ക് കിട്ടുന്ന സമയത്താണ് കൃഷിയെ നോക്കിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലരും കൃഷിയെ താല്പര്യപ്പെടാറില്ല. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന സമയത്ത് കൃഷിയിലോട്ട് വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ യുവ കർഷകരെ കൃഷിയിലോട്ട് ആകർഷിക്കുക എന്നതാണ് ഈ കാർഷിക കൂട്ടായ്മയുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെ സുനിൽകുമാർ സാറ് നമ്മളെ കൃഷി അസിസ്റ്റൻ്റാണ്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സംരംഭം തന്നെ നടക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ ഫെയിലുവർ ആകുമ്പോൾ ആരും ഇത് മുന്നോട്ട് വരാറില്ല. 2-3 പ്രാവശ്യം ഫെയിലുവർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ പുള്ളിയുടെ ഒറ്റ നിർബന്ധം കാരണമാണ് നമ്മൾ വീണ്ടും എന്തായാലും സൂര്യകാന്തിയുടെ പൂപ്പിച്ചിട്ട് അടങ്ങുള്ളൂ എന്നൊരു വാശിയുടെ പുറത്താണ് എന്തായാലും ഇപ്പോൾ ഇത്രയും നമ്മളെ തിരക്കി ഏതാണ്ട് തിരുവനന്തപുരം എന്നല്ല കേരളത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മളെ സുനിലേട്ടന് പ്രത്യേകം നന്ദി ഇതോടൊപ്പം അറിയിക്കുകയാണ്. ഇവർക്ക് എല്ലാ പിന്തുണയും നൽകി കൃഷി ഓഫീസറും ഇവരുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഈ പൂപ്പാടം കാണുന്നത് അതിൻ്റെ പുറകിൽ നമ്മുടെ ഷിജോ വിനോദ് എന്ന് പറയുന്ന 2 കർഷകരുടെ പ്രയത്നമാണ്. ഈ കഴിഞ്ഞ ഓണക്കാലത്തും ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ജമന്തിയായിരുന്നു. ഈ കാണുന്ന സ്ഥലത്ത് തന്നെ 2 ഏക്കറോളം സ്ഥലത്ത് അന്ന് ജമന്തി തൈകളാണ് നട്ടിക്കുകയും അത് പൂക്കുകയും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ക്രിസ്മസ് മാസം, അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവർ തന്നെയാണ് മുൻകൈ എടുത്ത് വരികയും അതിന് കൃഷിഭവനും നമ്മുടെ പാറശാല ബ്ലോക്ക് പഞ്ചായത്തും വളരെയധികം സപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. സന്ദർശകർക്കായി ഫോട്ടോ സെക്ഷനുള്ള സൗകര്യവും അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര 4 പ്രാവശ്യം ഞാനിവിടെ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യാറ്റിൻകര ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനത്തെ ഒരു എഫേർട്ട് എടുത്ത് ഒരു സൂര്യകാന്തി പാടം കൊണ്ടുവന്ന വലിയൊരു കാര്യമാണ്. എൻ്റെ ചാനൽ തന്നെ അഖിലോൺ സ്ട്രീറ്റ് ആണ്. ഞാനാണ് ആദ്യമായിട്ട് ഒരു വീഡിയോ ഇട്ടത്. ആൾക്കാരെ കാണാൻ വേണ്ടി ഒരു വീഡിയോ ഇടാൻ ഞാനാണ് ശ്രമിച്ചത്. ആർക്കും അറിഞ്ഞൂടായിരുന്നു ഇങ്ങനത്തെ ഊരംവിളയിൽ ഇങ്ങനത്തെ പൂവുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പം ഏതായാലും കണ്ടപ്പം സന്തോഷം. കാരണം തമിഴ്നാട് മാത്രമുള്ള സാധനം കാണുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ വെച്ചാൽ KP ആയിട്ടും താങ്ക്സ് എന്ന് വെച്ചാൽ ഷിജു ബ്രോക്കാണ്. ഇനി അടുത്ത വർഷവും ഇത് തന്നെ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇനി ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, തമിഴ്നാട്ടിൽ ആൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നമ്മൾ ഇന്നത്തെ കാലത്ത് ഫോട്ടോഗ്രാഫിയാണ് എല്ലാവരും എയിം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് ടോവിനോയുടെ അടുത്ത് നിൽക്കുക എന്തായാലും നമുക്ക് ഭാഗ്യം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ടോവിനോയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. ആ ഒരു സെൽഫി പോയിന്റാണ്. ഒന്നാമത് നമ്മൾ പുതുതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഈ ഫ്ലവേഴ്സിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഇത്രയും ആൾക്കാർ ഇവിടെ വരുമ്പോൾ ആർക്കെങ്കിലും ഒരാളിനെങ്കിലും ഇതൊരു പ്രചോദനമാകണം എന്നതാണ് നമ്മൾ കണക്കൂട്ടുന്നത്. പുതുവത്സര
ഇത്തരത്തിലൊരുക്കിയ ഈ സൂര്യകാന്തി പാടം ജനുവരി 19 വരെ സന്ദർശകർക്കായി തുറന്നു നൽകും.